ഒത്തിരി പാരന്റ്സ് ചോദിക്കാറുള്ള ഡൗട്ടാണ് ഓട്ടിസം ഉള്ള കുട്ടികളിൽ നെയിം കോൾ റെസ്പോൺസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളത്. രണ്ട് പ്രോസസ് വഴിയാണ് നമുക്ക് ഈ നെയിം കോൾ റെസ്പോൺസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് സ്ട്രാറ്റജി, ടീച്ചിങ് വിത്ത് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ്. ഇതിനായി ഒരു കുട്ടി ഒരു ആക്ടിവിറ്റിയിൽ മൈൽഡായി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് കുട്ടിയുടെ പേര് വിളിക്കുകയും ഉടൻ തന്നെ തോളിൽ തട്ടുകയും ആവശ്യമാണെങ്കിൽ ആ കുട്ടിയുടെ തല നിങ്ങളായിരിക്കുന്ന സൈഡിലേക്ക് തിരിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ ഡയറക്ഷനിലേക്ക് കുട്ടികൾ തല തിരിക്കുന്ന മൊമെന്റിൽ തന്നെ റിവാർഡ് കൊടുക്കുകയും അവർക്ക് ആവശ്യമായ എൻകറേജ്മെന്റ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം അവർ മുന്നേ ആയിരുന്ന ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. നമ്മുടെ ഗൈഡൻസ് ഇല്ലാതെ കുട്ടികൾ സ്വയം പേരിനോട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങുന്നത് വരെ ഈ പ്രാക്ടീസ് തുടരണം. വൺസ് അവർ കൺസിസ്റ്റന്റ് ആയി റെസ്പോണ്ട് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് സെക്കൻഡ് പ്രോസസ്സിലേക്ക് കടക്കാം. സെക്കൻഡ് സ്ട്രാറ്റജിയാണ് എക്സ്പാൻഡ് ഡിസ്റ്റൻസ്, പീപ്പിൾ ആൻഡ് പ്ലേസസ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഈ എക്സസൈസ് മറ്റു സ്ഥലങ്ങളിലും സിറ്റുവേഷൻസിലും പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. അതായത് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കോ വീടിന് പുറത്തേക്കോ പാർക്കിലേക്കോ അങ്ങനെ പല സിറ്റുവേഷൻസിൽ ഈ എക്സസൈസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വ്യക്തികളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഈ പ്രാക്ടീസ് തുടരേണ്ടതാണ്. അതായത് നമ്മുടെ കുട്ടികൾ നമ്മുടെ ശബ്ദത്തിന് മാത്രമല്ല മറ്റുള്ളവരുടെ ശബ്ദത്തിനും മറ്റു സിറ്റുവേഷൻസിലും നെയിം കോൾ റെസ്പോൺസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സെക്കൻഡ് സ്റ്റെപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മറ്റു വ്യക്തികളോടും മറ്റു സിറ്റുവേഷൻസിലും കറക്റ്റായി റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയാൽ കുട്ടിയുമായുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം കുട്ടിയുമായി കുറച്ച് സ്റ്റെപ്സ് അകലം പാലിച്ച് പ്രാക്ടീസ് കൊടുക്കുക. പിന്നെ ആ ഡിസ്റ്റൻസ് 2 റൂമിലേക്കായി ഇൻക്രീസ് ചെയ്യുക. പിന്നെ വീടിന് അകത്തും പുറത്തുമായി ഈ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് പ്രാക്ടീസ് കൊടുക്കാവുന്നതാണ്. ഓരോ കുട്ടിയും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റെസ്പോൺസസും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള റെസ്പോൺസ് കിട്ടിയില്ല എങ്കിൽ പാനിക് ആകേണ്ട ആവശ്യമില്ല. പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ.